ഓട്ടോ ഡ്രൈവർമാർക്ക് യൂണിഫോം വാങ്ങി നൽകി മാതൃകയായി കടുത്തുരുത്തി SHO TS റെനീഷ്. കടുത്തുരുത്തി പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ യൂണിഫോം ഇല്ലാതെ വാഹനം ഓടിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് ഓട്ടോറിക്ഷ തൊഴിലാളികളെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി SHO യൂണിഫോം നൽകിയത്. കടുത്തുരുത്തി ടൗണിലെ മിക്ക ഓട്ടോ ഡ്രൈവർമാരും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരാണെന്ന് ബോധ്യപ്പെട്ട SHO റെനീഷ് കാരുണ്യ പ്രവൃത്തി എന്ന നിലയിലാണ് കടുത്തുരുത്തിയിലെ നൂറുകണക്കിന് ഓട്ടോ ഡ്രൈവർമാരെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തുകയും തൊഴിലാളികൾക്ക് യൂണിഫോം വിതരണം ചെയ്തതും. സ്റ്റേഷനിലെത്തിയ ഓട്ടോ ഡ്രൈവർമാരിൽ 99% ആളുകളും യൂണിഫോം ധരിച്ചെത്തിയത് സന്തോഷമുള്ള കാര്യമാണെന്നും ഇനി മുതൽ ഇത് തുടരണമെന്നും എല്ലാവർക്കും സർപ്രൈസ് ഗിഫ്റ്റായി യൂണിഫോം നൽകുകയാണെന്നും CI പറഞ്ഞു. നിങ്ങൾ ഓടിക്കുന്ന വണ്ടിക്ക് ബുക്കും പേപ്പറുണ്ടോ, ടാക്സ് ഉണ്ടോ, ലൈസൻസ് ഉണ്ടോ, കള്ളു കുടിച്ചിട്ടുണ്ടോ? കള്ളു കുടിച്ചിട്ട് വണ്ടി ഓടിക്കുന്ന സംഭവങ്ങൾ ഇപ്പോഴേ വന്നിട്ട് 2 ആഴ്ച കൂടി തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. പല കേസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഈ സ്റ്റാൻഡുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ വന്നിട്ടുള്ളതാണ്. കള്ളു കുടിച്ചിട്ട് വണ്ടി ഓടിക്കുന്ന ആളുകളുണ്ട്. ആ പരിപാടികളെല്ലാം നിർത്തിയേക്കുക. ഇതൊന്നും നമ്മൾ ചെക്ക് ചെയ്യാൻ വന്നിട്ടില്ല. യാതൊരു ബുദ്ധിമുട്ടും നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ടില്ല. എന്തുകൊണ്ടാണ്? ഈ വണ്ടി ഓടിച്ച് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഈ സ്റ്റാൻഡിൽ കിടന്ന് ഇവിടെ ഓടിച്ചാൽ നിങ്ങൾക്ക് ഏകദേശം എന്ത് വരുമാനം കിട്ടുമെന്നും, ഒരാൾക്കുണ്ടാകുന്ന ചിലവ്, കുട്ടികളുടെ പഠനം, കാര്യങ്ങൾ, വീട്ടിലെ കാര്യങ്ങൾ, കഷ്ടപ്പാടുകൾ, അതെന്താണെന്ന് മനസ്സിലാക്കാനുള്ള ശേഷിയുള്ളതുകൊണ്ട് മാത്രമാണ്, ഉപദ്രവിക്കാത്തതാണ്. പക്ഷേ ഒറ്റ നോട്ടത്തിൽ തന്നെ ഇത് കാണുമ്പോൾ സത്യത്തിൽ പോലീസ് തന്നെ നമുക്ക് നന്നായിട്ട് ദേഷ്യം വരും. സ്നേഹം കൊണ്ടല്ല, ദേഷ്യം കൊണ്ടാണ് ഈ യോഗം തന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് പറയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഈ സ്റ്റാൻഡിലുള്ള മുഴുവൻ ആളുകൾക്ക് യൂണിഫോം മേടിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ തരും കാക്കി. ഇന്ന് മുതൽ ഇവിടെ നിന്ന് ഇറങ്ങിയാൽ യൂണിഫോം അല്ലാത്ത ഒരാളെ പോലും സ്റ്റാൻഡിൽ കാണരുത്. ഇനി വരാത്ത ആളുകളുണ്ടെങ്കിൽ അവരോട് കൂടി പറഞ്ഞേക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഗ്രൂപ്പുകളുണ്ടാവുമല്ലോ. ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ ഒരുപാട് സ്റ്റാൻഡുകൾ ഇവിടെയുണ്ട്. അങ്ങ് നോക്കിയാൽ സിലോൺകവലയിലുണ്ട്, ആപ്പാഞ്ചിറ പാലത്തിന് അപ്പുറം ഇപ്പുറം ഉണ്ട്, നേരെ നമ്മുടെ പാലത്തിൻ്റെ റെയിൽവേയുടെ അവിടെ താഴത്തുണ്ട്, നീഴൂരുണ്ട്, ഇവിടെയുണ്ട്. നേരെ ഈ സ്റ്റാൻഡുകൾ കഴിഞ്ഞാൽ നേരെ മുട്ടിയറയിലുണ്ട്. നാളെ മുതൽ ഒരാളും യൂണിഫോം ധരിക്കാതെ വാഹനം ഓടിക്കരുതെന്നും അങ്ങനെ വന്നാൽ മുഖം നോക്കാതെ നടപടി സ്വീകരിക്കുമെന്നും SHO റെനീഷ് ഡ്രൈവർമാരോട് പറഞ്ഞു. ഞായറാഴ്ച ദിവസം യൂണിഫോം ഒഴിവാക്കി കൊടുക്കണമെന്ന ഓട്ടോക്കാരുടെ ആവശ്യവും CI സമ്മതിച്ചു. കടുത്തുരുത്തി SI ശരണ്യ S ദേവൻ അധ്യക്ഷത വഹിച്ചു. SIമാരായ ജയകുമാർ KG, രാജൻ D, സജീവ് കുമാർ ASI, ബാബു PS എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ജനങ്ങളിലേക്ക് പോലീസ് കൂടുതൽ ഇറങ്ങിച്ചെന്ന് അവരിലൊരാളായി ജീവിക്കാൻ കടുത്തുരുത്തിയിലെ ജനമൈത്രി പോലീസിന് ഇതിനു മുൻപും കഴിഞ്ഞിട്ടുണ്ടെന്നും SHOയുടെ ഈ പ്രവർത്തനം കൂടുതൽ ശക്തി പകരാൻ സാധിച്ചിട്ടുണ്ടെന്നും മികച്ച ജീവകാരുണ്യ പ്രവർത്തകനും ജനമൈത്രി പോലീസ് മുതിർന്ന അംഗവുമായ AN കൃഷ്ണകുട്ടി ഞേഴൂർ പറഞ്ഞു. ഞാൻ ഏകദേശം 2008 മുതൽ ജനമൈത്രി പോലീസിൽ പ്രവർത്തിക്കുന്ന ഒരംഗമാണ്. ജനമൈത്രിയുടെ നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ ഈ കോട്ടയം ജില്ലയിൽ മെഡിക്കൽ കോളേജിൽ പോലെ ചെയ്യാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഇപ്പം ഇന്ന് ഈ കാക്കി നമ്മുടെ ഡ്രൈവേഴ്സിനെല്ലാം കൊടുക്കാനുള്ള ഒരു അവസരം ഉണ്ടായി. അത് ജനമൈത്രിയുടെ ആയിട്ടല്ല, നമ്മുടെ ഇവിടെ വന്ന CI റെനീഷ് സാറ് വളരെ ആത്മാർത്ഥമായി ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം പാവപ്പെട്ട ആളുകൾ വെയിലും മഴയും ഒറ്റപ്പാടും ദുരിതം അനുഭവിച്ച് നടക്കുന്ന ആളുകളാണ് ഈ ഓട്ടോ ഓടിക്കുന്ന സഹോദരന്മാർ. അവരെ സംബന്ധിച്ച് ഓരോ ദിവസം ഓട്ടോ മേടിച്ചാൽ 250 രൂപ എന്തെങ്കിലും ബാക്കിയിട്ടില്ല എന്ന് പറയുമ്പോൾ 250 രൂപ സർക്കാർ ഈടാക്കുന്നു. അതൊരു കാരണവശാലും ഒരു അംഗങ്ങളുടെ നിന്നും വാങ്ങാനുള്ള ഇടം വരാതിരിക്കുന്നതിന് വേണ്ടി ഒരു പദ്ധതി കണ്ടുപിടിച്ചാണ് നമ്മുടെ റെനീഷ് സാറ് ആദ്യമായി ഇങ്ങനെയൊരു സ്റ്റേഷനിൽ ആദ്യം SI ആയിരുന്നു. രണ്ടാമത് ഇങ്ങനെയൊരു പദ്ധതി സാറിൻ്റെ നല്ല മനസ്സോടുകൂടി പല ആളുകളുടെ സഹായത്തോടു കൂടിയാണ്. i4U ന്യൂസ്, ഏറ്റുമാനൂർ.